ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ക്രൈസ്തവ സഭാതർക്കം പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാക്കോബായ നേതൃത്വവുമായി ചർച്ച നടത്തും. സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണറുടെ അനുമതി. സഭ ഈ മാസം 31-ന് ചേരും. അടുത്ത മാസം 31 വരെ കോവിഡ് ജാഗ്രതയും നിരീക്ഷണവും തുടരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.2% താഴ്ന്നു. 64,000-ലേറെ പേർ ചികിത്സയിൽ. മെൽബണിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ATK മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ സഭകൾക്കിടയിലെ തർക്കം പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ച രണ്ടാം ദിവസമായ ഇന്നും തുടരും. ഉച്ചയ്ക്ക് യാക്കോബായ സഭാ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജനുവരിയിലാണ് സീറോ മലബാർ സഭാ നേതൃത്വവുമായുള്ള ചർച്ച. ഈ മാസം 31-ന് പ്രത്യേക നിയമസഭാ യോഗം വിളിച്ചു ചേർക്കണമെന്ന സംസ്ഥാന മന്ത്രിസഭാ ശുപാർശ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അംഗീകരിച്ചു. നേരത്തെ 23-ന് പ്രത്യേക സമ്മേളനം ചേരാൻ മന്ത്രിസഭ ശുപാർശ നൽകിയെങ്കിലും ഗവർണർ അനുമതി നിഷേധിക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച പ്രമേയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 1 മണിക്കൂർ മാത്രമായിരിക്കും പ്രത്യേക സമ്മേളനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി 2 ദിവസം കൂടി മാത്രം. അടുത്ത ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയാകുന്നവർക്ക് പേര് ഉൾപ്പെടുത്താം. സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച 7 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ജനുവരി 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന ജനുവരി 5-ന് നടക്കും. പത്രിക ജനുവരി 7 വരെ പിൻവലിക്കാം. 21-നാണ് വോട്ടെടുപ്പ്. 22-ന് വോട്ടെണ്ണൽ നടക്കും. കൊല്ലം പന്മന ഗ്രാമപഞ്ചായത്തിലെ പറമ്പിമുക്ക്, ചോല, ആലപ്പുഴ ചെട്ടിക്കുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ PHC വാർഡ്, എറണാകുളം കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ വാർഡ്, തൃശൂർ കോർപ്പറേഷനിലെ പുല്ലഴി വാർഡ്, കോഴിക്കോട് മാവൂർ ഗ്രാമപഞ്ചായത്തിലെ താത്തൂർ പൊയിൽ, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് 10+2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാലയങ്ങൾ വെള്ളിയാഴ്ച തുറക്കും. സംശയ ദൂരീകരണത്തിനും പ്രാക്ടിക്കലിനുമായി കുട്ടികൾക്ക് സ്കൂളിൽ എത്തിച്ചേരാമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും ക്ലാസുകൾ നടത്തുക. ഇതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും പ്രഥമാധ്യാപകന്റെ നേതൃത്വത്തിൽ കോവിഡ് സെല്ലുകൾ രൂപീകരിക്കും. രാവിലെയും ഉച്ചയ്ക്കും 2 സമയക്രമങ്ങളിലാകും ക്ലാസുകൾ. സ്കൂളുകൾ അണുവിമുക്തമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊച്ചിയിൽ 2 പരിപാടികളിൽ പങ്കെടുക്കും. FACT CMD ആയിരുന്ന MKK നായരുടെ ജന്മശതാബ്ദി വൈകിട്ട് 4-ന് ഉദ്യോഗമണ്ഡലിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. എറണാകുളത്ത് കൊല ചെയ്യപ്പെട്ട SFI നേതാവ് അഭിമന്യുവിന്റെ സ്മാരക മന്ദിരവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി നാളെ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടത്തും. കൊറോണ രോഗവ്യാപനത്തിന് നിയന്ത്രണം വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പരോളിൽ കഴിയുന്ന തടവുകാർ ജയിലുകളിൽ തിരികെ എത്തണമെന്ന് ജയിൽ DGP ഋഷിരാജ് സിംഗ് അറിയിച്ചു. കൊറോണ വ്യാപനത്തെ തുടർന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ജയിൽ വകുപ്പ് 1200ഓളം തടവുകാരെ വിവിധ അവധികളിലായി പരോൾ അനുവദിച്ചിരുന്നു. തടവുകാരെ പുനഃപ്രവേശിപ്പിക്കുവാനുള്ള സർക്കാർ ഉത്തരവനുസരിച്ച് 250ഓളം പേർ മടങ്ങിയെത്തി. ഇനി 950ഓളം പേരാണ് ജയിലുകളിൽ തിരികെ എത്തുവാനുള്ളത്. പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കി പ്രവർത്തന സജ്ജമാക്കുവാൻ വ്യവസായ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമോ അതിൽ കൂടുതലോ പ്രവർത്തിക്കാത്തതും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്നതുമായ MSME യൂണിറ്റുകൾ, കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ഗ്രാന്റ് ലഭ്യമാക്കി പുനരുദ്ധരിക്കുന്നതാണ് പദ്ധതി. അപേക്ഷ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് കീഴിലെ കൊല്ലം, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പുനലൂർ താലൂക്ക് വ്യവസായ ഓഫീസുകൾ മുഖേന സമർപ്പിക്കാം. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ ആദ്യഘട്ടം ഫെബ്രുവരി അവസാനത്തോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി KK ശൈലജ അറിയിച്ചു. വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമായത്. കിഫ്ബി വഴി 100 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഉള്ളി കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം പിൻവലിച്ചു. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. എല്ലാ ഉള്ളി ഇനങ്ങൾക്കും ഇത് ബാധകമാണെന്ന് സർക്കാർ അറിയിച്ചു. സെപ്റ്റംബറിലാണ് ഉള്ളി കയറ്റുമതി കേന്ദ്രം നിരോധിച്ചത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ പ്ലാസ്റ്റിക് ഗോഡൌണിന് തീപിടിച്ചു. രാവിലെയാണ് സംഭവം. ഫയർഫോഴ്സിന്റെ വെള്ളിമാട് കുന്ന്, മീൻചന്ത, ബീച്ച് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും യൂണിറ്റുകൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തി. തീപിടുത്തം ജില്ലാ കളക്ടർ അന്വേഷിക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കെട്ടിടത്തിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് ബാധിതർ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജനുവരി 31 വരെ ജാഗ്രതയും നിരീക്ഷണവും നിയന്ത്രണങ്ങളും തുടരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടനിൽ വ്യാപനശേഷി കൂടിയ കൊറോണ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ മാർഗ്ഗനിർദ്ദേശം. പുതുവർഷ ദിനാഘോഷത്തോടനുബന്ധിച്ച് രോഗവ്യാപനം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. അതിനിടെ രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96%-മായി. 2,77,000-ലേറെ പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ബ്രിട്ടനിൽ പടരുന്ന കോവിഡിന്റെ വകഭേദം ഇന്ത്യയിലും സ്ഥിരീകരിച്ചു. ജനിതക മാറ്റം വന്ന പുതിയ കോവിഡ് വൈറസ് 6 പേരിൽ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. യുകെയിൽ നിന്നും തിരികെ എത്തിയ ഇവരുടെ സാമ്പിളുകളിലാണ് പുതിയ സാർസ് കൊറോണ വൈറസ് കണ്ടെത്തിയത്. രോഗബാധിതരിൽ 3 പേർ ബംഗളൂരുവിലും 2 പേർ ഹൈദരാബാദിലും ഒരാൾ പൂനെയിലും ചികിത്സയിലാണ്. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.2%-മായി താഴ്ന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 32,869 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 3,047 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. അതേസമയം 4,172 പേർ രോഗമുക്തരായി. 14 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 2,990-ആയി. സംസ്ഥാനത്ത് ഇപ്പോൾ 64,028 പേരാണ് ചികിത്സയിൽ ഉള്ളത്. കോവിഡിനെ തുടർന്ന് ലോകം പുനർവിചിന്തനത്തിന് തയ്യാറാകുന്നതായും ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്നതായും RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞു. കോഴിക്കോട് കേസരി വാരിക ആസ്ഥാന മന്ദിരത്തിന്റെയും മാധ്യമ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയിൽ കോവിഡ് കാലത്തെ അടച്ചിടലിന് ശേഷം നിയന്ത്രണങ്ങളോടെ മീശപ്പുലിമല സന്ദർശകർക്കായി തുറന്നു. പ്രകൃതി സൌഹൃദമായ കാൽനട യാത്രയും വിസ്മയ കാഴ്ചകളുമാണ് ഇവിടത്തെ ആകർഷണം. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളാണ് കേരള തമിഴ്നാട് അതിർത്തിയിലെ മലനിരകളായ മീശപ്പുലിമലയും കൊളുക്കുമലയും. മൂന്നാറിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ തണുപ്പ് ആസ്വദിക്കുന്നതിനായി എത്തുന്ന സഞ്ചാരികൾ പോകാൻ ആഗ്രഹിക്കുന്നത് മീശപ്പുലിമലയിലേക്കാണ്. മീശപ്പുലിമല സഞ്ചാരികൾക്കായി തുറന്നു. മൂന്നാറിൽ നിന്നും 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ KFDCയുടെ ബേസ് ക്യാമ്പിലെത്താം. ഇവിടെ നിന്നും കൊടുവളവുകൾ നിറഞ്ഞ ഓഫ് റോഡിലൂടെ 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ KFDCയുടെ റോഡോ മെൻഷൻ കോട്ടേജിലെത്താം. 7.5 കിലോമീറ്റർ ദൂരം കാൽനടയായി 7 മലകൾ താണ്ടി വേണം മീശപ്പുലിമലയിലെത്താൻ. പ്രകൃതിയുടെ പച്ചപ്പും തനിമയും ഒട്ടും നഷ്ടപ്പെടാതെ പ്രകൃതി സൗഹൃദമായ ട്രെക്കിംഗ് ആണ് ഇവിടെ ഒരുക്കുന്നത്. ഈ വർഷത്തെ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ നാളെ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഉച്ചയ്ക്ക് ശ്രീകാര്യത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിൽ മന്ത്രി M.M. മണി അവാർഡുകൾ കൈമാറും. കേരള ഫോക്ലോർ അക്കാദമിയുടെ 2019 വിവിധ അവാർഡുകളും ഫെലോഷിപ്പുകളും പ്രഖ്യാപിച്ചു. 11 വിഭാഗങ്ങളിലായി 111 അവാർഡുകളാണ് നൽകുന്നതെന്ന് അക്കാദമി ചെയർമാൻ CJ കുട്ടപ്പൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെൽബണിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. 2ാം ഇന്നിംഗ്സിൽ ഓസീസ് ഉയർത്തിയ 70 റൺസ് വിജയലക്ഷ്യം 16ാം ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെയാണ് കളിയിലെ താരം. ഇതോടെ 4 കളികളുള്ള പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് പോയിന്റ് പട്ടികയിൽ ഇരു ടീമും ഒപ്പത്തിനൊപ്പമെത്തി. 3ാം ടെസ്റ്റ് അടുത്ത മാസം 7-ന് സിഡ്നിയിൽ നടക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ATK മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ ജംഷഡ്പൂർ FC ബംഗളൂരുവിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ ജംഷഡ്പൂർ പോയിന്റ് പട്ടികയിൽ 3ാമതായി. ശബരിമല ദർശനത്തിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല online.org എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാം. ഈ മാസം 31 മുതൽ 2021 ജനുവരി 7 വരെയുള്ള തീയതികളിലേക്കാണ് ബുക്കിംഗ്. തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും 5000 പേർക്ക് വീതം പ്രവേശനം ഉണ്ടാകും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം ആംബുലൻസ് മറിഞ്ഞ് 6 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസ് 1 മണിയോടുകൂടി 50 അടിയോളം താഴ്ചയിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ NSS ഘടകത്തിന്റെ നേതൃത്വത്തിൽ വെർച്വൽ സപ്തദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ വെബിനാറുകളും കർമ്മകലാപരിപാടികളും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്രൈസ്തവ സഭാതർക്കം പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാക്കോബായ നേതൃത്വവുമായി ചർച്ച നടത്തും. സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണറുടെ അനുമതി. സഭ ഈ മാസം 31-ന് ചേരും. അടുത്ത മാസം 31 വരെ കോവിഡ് ജാഗ്രതയും നിരീക്ഷണവും തുടരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. മെൽബണിൽ ഓസ്ട്രേലിയയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ATK മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.